ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. നമ്മുടെ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ സിമിലർ ട്രയാങ്കിൾസ് ആണ് ഇന്ന് പഠിക്കാൻ പോണേ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, പക്ഷേ ഇതിലൊരു 4 ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് ആയ 4 ചോദ്യമാണ്. ഓക്കെ, നമുക്കിപ്പോ ചോദ്യത്തിലേക്ക് പോണേ മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോ എന്താണ് സിമിലർ ട്രയാങ്കിൾസ്? എന്താ മക്കളെ സിമിലർ ട്രയാങ്കിൾസ്? ഒരു 2 ട്രയാങ്കിൾസിന്റെ എന്താ എല്ലാ ആംഗിൾസും 3 ആംഗിൾസ് ആണ് അല്ലെ, ആ 3 ആംഗിൾസും ഈക്വൽ ആയതിനെയാണ് എന്താ പറയാ, സിമിലർ ട്രയാങ്കിൾ എന്ന് പറയാ അല്ലെ. അപ്പോ എക്സാമ്പിൾ ആയിട്ട് നോക്കിയാണ് മക്കളെ, ഇവിടെ ഞാൻ 2 ട്രയാങ്കിൾ വരയ്ക്കാണ്. 40, 60, 80. അതേപോലെ തന്നെ ഓക്കെ, ഇതിന്റെ എന്ത് ഈക്വൽസ് ആണ്? ആംഗിൾസ് ഈക്വൽസ് ആണ് അല്ലെ. അപ്പോ 2 ട്രയാങ്കിളില എല്ലാ ആംഗിൾസും ഈക്വൽ ആയതിന് എന്താ പറയാ, സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോ അത് ഈ സംശയമില്ലല്ല. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാ. നോക്കിയിരിക്കണം കേട്ടോ, നോക്കിയടാ, ഞാൻ ചോദ്യം വായിക്കാം. ഇൻ ദി റൈറ്റ് ട്രയാങ്കിൾ ദി പെർപെൻഡിക്കുലർ ഫ്രം ദി സ്ക്വയർ കോർണർ ടു ദി ഹൈപ്പോന്യൂസ് ഡിവൈഡ്സ് ഇൻ ടു എ 2 പീസസ് അല്ലെ. ഇവിടെ നോക്കിയടാ, ഇവിടെ നോക്കി, ഇവിടെ എന്താണ് 2 ട്രയാങ്കിൾ ആക്കിയിട്ടുണ്ട് അല്ലെ. നോക്കി, പെർപെൻഡിക്കുലർ ആയിട്ട് 2 ട്രയാങ്കിൾ ആക്കിയിട്ടുണ്ട് അല്ലെ. എന്താ 2 പീസസ് സെന്റിമീറ്റർ ആൻഡ് 3 സെന്റിമീറ്റർ. അതില് ഒരെണ്ണത്തിന്റെ സൈഡ് 2 സെന്റിമീറ്ററും ഒരെണ്ണത്തിന്റെ 3 സെന്റിമീറ്ററുമാണ് അല്ലെ. അപ്പോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, പ്രൂവ് ദാറ്റ് ദി 2 സ്മോൾ റൈറ്റ് ട്രയാങ്കിൾസ് ഫോംഡ് ബൈ ദി പെർപെൻഡിക്കുലർ ഹാവിംഗ് ദി സെയിം ആംഗിൾസ്. എന്താണ് നോക്കിയടാ, പ്രൂവ് ദാറ്റ് ദി 2 സ്മോൾ റൈറ്റ് ആംഗിൾ, ഈ 2 സ്മോൾ റൈറ്റ് ട്രയാങ്കിളിന്റെയും ഫോം ചെയ്യണ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആംഗിള് സെയിം ആംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. എന്താ, സെയിം ആംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ വേറെ ഒന്നും കൊടുത്തില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, ഇത് 90 ഡിഗ്രി ആണ്. ഞാനിപ്പോ ട്രയാങ്കിൾ പേര് കൊടുക്കുകയാണ്, ABCD. ട്രയാങ്കിൾ പേര് കൊടുത്ത് ABCD. ആദ്യം ഞാൻ ട്രയാങ്കിൾ ADC എടുക്കുകയാണ്. ഓക്കെ, ഇൻ ട്രയാങ്കിൾ ADC, ഇൻ ട്രയാങ്കിൾ ADC. അതിൽ നിന്ന് ഞാൻ നോക്കിയടാ, എനിക്ക് ഒരു ആംഗിൾ അറിയാം, ഈ ആംഗിൾ D അറിയാം. എഴുതണേ, ഇൻ ആംഗിൾ CDA is equal to 90 ഡിഗ്രി. സംശയം ഉണ്ടോ? ഇല്ലല്ല, അറിയാം. പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈൻ എപ്പോഴും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇനി നോക്കിയടാ, ഈ ആംഗിൾ A കണ്ടുപിടിക്കാൻ പോവുകയാണ്. എങ്ങനെയാ ആംഗിൾ A? വേറെ എനിക്ക് ഒന്നും അറിയില്ല, വേറെ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ആംഗിൾ Aക്ക് H എന്ന് കൊടുക്കുകയാണ്. എന്താ കൊടുക്കണേ? H എന്ന് കൊടുക്കുകയാണ്. അപ്പോ ആംഗിൾ Aക്ക് ഞാൻ H കൊടുക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരുന്നോളെ, ആംഗിൾ CAD is equal to H ഡിഗ്രി. സംശയം ഉണ്ടാ? സംശയം ഉണ്ടാടാ? ബുദ്ധിമുട്ടുണ്ടാടാ? ഇല്ലല്ല, ഒന്ന് നോക്കി. ഇനി ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. വേണ്ടേ? ഏതാ? ആംഗിൾ ACD. എന്തായിരിക്കും ACD? ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ടൊരു കാര്യം പറയാൻ നോക്കിയതേടാ, ഇവിടെ ഒരു ട്രയാംഗിൾ ഉണ്ട്. ഇതിന്റെ ഇവിടെ 90 ഡിഗ്രി ആണ്, ഇവിടെ 40 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കുക? എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ഇത് 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, ഒരു ട്രയാംഗിളിലെ 3 ആംഗിളിലൂടെയും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം അല്ലെ. 180 കിട്ടണം. അപ്പോ 180 മൈനസ് എന്താ 90 പ്ലസ് 40. ഇങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യാറ്? ആണോ? ഇങ്ങനെയാണോ ചെയ്യാറ് അല്ലെ? ഇങ്ങനെയാണ് ചെയ്യാറ് അല്ലെ. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ X ഡിഗ്രി ആണ്. എന്താ ഇവിടെ X, ഇവിടെ 90യും ഇവിടെ എന്താ X അല്ലെ. 90യും ഉണ്ട്, അതുപോലെ തന്നെ X ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ത് വരും മക്കളെ? എന്ത് വരോടാ? 180ൽ നിന്ന് ഇത് കുറയ്ക്കുന്നല്ലേ. അപ്പൊ എങ്ങനെ എഴുതാ? 90 മൈനസ് X അല്ലെ. എന്താ 90 മൈനസ് X. സംശയമില്ലല്ലോടാ? ഇനി നോക്കിയടാ, ഇനി ഈ ഒരു ട്രയാംഗിൾ എടുക്കുകയാണ്. ഈ ഒരു ട്രയാംഗിൾ ഇൻ ട്രയാംഗിൾ BDC. അതില് ഒരു ആംഗിൾ നമുക്കറിയാം. ഒരു ആംഗിൾ ഏതാണ്? ഇത് അല്ലെ. ശരിയല്ലേ? ഇത് അറിഞ്ഞൂടെ? ഇത് എത്രയാ? 90 ഡിഗ്രി. കാരണം എന്താ, പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന എപ്പോൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഞാൻ എഴുതേണേ, ആംഗിൾ BDC is equal to 90 ഡിഗ്രി. ഓക്കെ, ഇനി നോക്കിയേ മക്കളെ, ഇവിടെ നോക്കിയടാ, ഇവിടെ നോക്കി, ഇവിടെ മൊത്തത്തിൽ 90 ഡിഗ്രി ആണ് അല്ലെ. മൊത്തത്തിൽ എത്രയാണ്? 90 ഡിഗ്രി. ഇത്രയും ഭാഗം 90 മൈനസ് X ആണ്. ശ്രദ്ധിച്ചിരിക്കണേ. ഇത്രയും ഭാഗം 90 മൈനസ് X ആണ് അല്ലെ. അപ്പൊ ഇവിടെ എഴുതാ, ചെറുതായിട്ട് എഴുതാൻ നോക്കി.
മൊത്തത്തിൽ 90 ആണ് അല്ലെ, മൊത്തത്തിൽ എന്താണ് 90. ഇവിടെ എത്ര ഭാഗം പോയി, 90 പോയി അല്ലെ, 90 മൈനസ് പോയി. അപ്പൊ എന്താ ചെയ്യേണ്ടത്, മൈനസ് 90 മൈനസ് എക്സ്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്, എക്സ് അല്ലെ, ബാക്കി ആരാ, എക്സ് ഡിഗ്രി. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും, എക്സ് ഡിഗ്രി ആയിരിക്കും. മൊത്തത്തിൽ 90, അതിൽ നിന്ന് ആര് പോയി, 90 മൈനസ് എക്സ് പോയി അല്ലെ. അപ്പോ 90 മൈനസ് എക്സ്, ബാക്കി ആരുണ്ട്, എക്സ്. അപ്പോ ആംഗിൾ എന്താ, ബി സി ഡി ഇസിക്കൽ ടു എക്സ്. അപ്പോ എക്സ് കിട്ടി, അതുപോലെ തന്നെ 90 കിട്ടി. അങ്ങനെയാണ് ഇവിടെ എന്തായിരിക്കും, 90 മൈനസ് എക്സ് അല്ലേടാ. അപ്പോ ഡി ബി സി ഇസിക്കൽ ടു 90 മൈനസ് എക്സ് അല്ലെ. അപ്പോ ഈ ഒരു ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ് മക്കളെ, ഇവിടെ നോക്കിയേ, 90 ഉണ്ട്, എക്സ് ഉണ്ട്, 90 മൈനസ് എക്സ് ഉണ്ട്, 90 മൈനസ് എക്സ്. അപ്പൊ രണ്ട് ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇതിന് എന്ത് ട്രയാങ്കിൾസ് എന്ന് പറയാൻ പറ്റും മക്കളെ, സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ പെർപെൻഡിക്കുലർ സൈഡ് എന്താണ്, ഈക്വൽ ആണ്, സെയിം അല്ലേ, ശരിയല്ലേ, പെർപെൻഡിക്കുലർ സൈഡ് സെയിം അല്ലേ. ഓക്കെ, അപ്പോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോ ഈ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറയാ, ഈ രണ്ട് ട്രയാങ്കിളാ എനിക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണെന്ന് പ്രൂവ് ചെയ്യണം മക്കളെ, സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിലെ ഈ ആംഗിളും അതേപോലെ തന്നെ ആംഗിൾ ബിയും ആംഗിൾ എയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാ, ഒന്ന് നോക്കിയേ. ഇൻ ട്രയാങ്കിൾ ഞാൻ എഴുതണേ, ഇൻ ട്രയാങ്കിൾ എ സി ഒ. ഓക്കെ, അതില് എന്താ, ആൻഡ് ട്രയാങ്കിൾ ഒ ബി ഡി. ആദ്യം ആംഗിൾ എ ഇസിക്കൽ ടു ആംഗിൾ ബി ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആംഗിൾ വല്ല എന്തിലും സാമ്യം, എന്തിലൊക്കെ ഉണ്ടോ, എന്തിലും ബന്ധമുണ്ടോ അല്ലെ, എന്താണ് ഓപ്പോസിറ്റ് അല്ലെ, എന്താ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എന്താ മക്കളെ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ ഞാൻ എഴുതേണേ, ആംഗിൾ എന്താ സി ഒ എ ഇസിക്കൽ ടു ആംഗിൾ ബി ഒ ഡി അല്ലെ. കാരണം എന്താ, എന്ത് ആംഗിൾസാ, ഓപ്പോസിറ്റ് അല്ലെ, എന്ത് ആംഗിൾസാ, ഓപ്പോസിറ്റ് ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ട്രയാംഗിൾസിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും മക്കളെ, ഈക്വൽ ആയിരിക്കുള്ളൂ അല്ലെ. എന്തായിരിക്കും, മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കുള്ളൂ, ഈക്വൽ ആയിരിക്കുള്ളൂ. അപ്പൊ എഴുതാ, എന്താ, ആംഗിൾ എ സി ഒ ഇസിക്കൽ ടു ആംഗിൾ ഒ ഡി ബി. അപ്പോ ഈ ഒരു ട്രയാംഗിൾ എന്ത് ട്രയാംഗിൾ എന്നാണെന്ന് അറിയാം, സിമിലർ ട്രയാംഗിൾസ് ആണെന്ന് ഇപ്പോ നമുക്ക് പ്രൂവ് ചെയ്ത്. എളുപ്പമല്ലേടാ, വല്ല ബുദ്ധിമുട്ടുണ്ടോ, ഇല്ലല്ല. ഈ ഒറ്റ കാര്യം മാത്രം ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാ. ശ്രദ്ധിച്ചിരിക്കണേ മക്കളെ, ഇത് നോക്കിയടാ, ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദി ട്രയാംഗിൾ വിത്ത് ആംഗിൾസ് ദി സെയിം ആൻഡ് ദോസ് ഓഫ് ദി ട്രയാംഗിൾസ് ഷോൺ ബിലോ ആൻഡ് ദി സൈഡ് സ്കെയിൽഡ് ബൈ 1/2 സ്കെയിൽഡ്. ഇപ്പോ ഇഷ്ടമുള്ളൊരു ഞാൻ ഒരു ട്രയാംഗിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ ഒരു ട്രയാംഗിൾ വരയ്ക്കാന്ന് വെച്ചാൽ, പക്ഷേ അതിന്റെ സ്കെയിൽ ഫാക്ടർ 1/2 ആയിരിക്കണം. ഇപ്പൊ ഞാനിപ്പോ എനിക്ക് ഇഷ്ടമുള്ള ഒരു ട്രയാംഗിൾ വരയ്ക്കുകയാണ്, ഇഷ്ടമുള്ള ആംഗിളിൽ ഇഷ്ടമുള്ള ട്രയാംഗിൾ ഞാൻ വരയ്ക്കുകയാണ്. അപ്പോ ശ്രദ്ധിച്ചിരിക്കുക, ഞാനിപ്പോ ഒരു 8 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെ ആംഗിൾസ് എല്ലാം 60 ഡിഗ്രിയാണ്. ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ. ഓക്കെ, ഇതിന്റെ 1/2 സ്കെയിൽ ഫാക്ടറിൽ എനിക്ക് എന്ത് വരയ്ക്കണം, വേറൊരു അടുത്തൊരു ട്രയാംഗിൾ വരയ്ക്കണം. ഈ ഒരു ആംഗിൾസ് മാറാതെ എങ്ങനെ വരയ്ക്കാൻ പറ്റും, ഒന്ന് ആലോചിച്ച് നോക്കിയാണ് മക്കളെ. എങ്ങനെ വരയ്ക്കാം, സ്കെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടൈംസ് എന്ന് പറയും. എന്താ, മൾട്ടിപ്പിൾ ചെയ്യാന്ന് അർത്ഥം. അതിന്റെ സൈഡ്സിന് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ നമ്മളാ ഒന്ന് ആലോചിച്ച് നോക്കുക, 1/2 എത്ര അർത്ഥം, 1.5 അല്ലെ. ഈ 1.5 നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ, 1.5 എന്ന് എഴുതിക്കൂടെ. എങ്ങനെ എഴുതാം, 1.5. അപ്പോ എന്തുകൊണ്ടൊക്കെ സൈഡ്സിനെ മൾട്ടിപ്പിൾ ചെയ്യണം, ആദ്യം ഇത് അല്ലെ. അപ്പോ 8 × 1.5, പിന്നെ ആരാ 3 × 1.5, പിന്നെ ആരാ 2 × 1.5. ഇതൊക്കെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഒരു ആൻസർ കിട്ടും അല്ലെ. അപ്പൊ നോക്കിയടാ, 8 അല്ലെങ്കിൽ 15 × 8 5 40 8 12 അല്ലെ. എത്ര, 12 സെന്റിമീറ്റർ ആയിരിക്കണം ഈ എ ബി എന്ന് പറയുന്ന അടുത്ത വരയ്ക്കുന്നതിന്റെ ട്രയാങ്കിളിന്റെ ബേസ് അല്ലെ. എത്ര സെന്റിമീറ്റർ ആയിരിക്കണം, 12. അങ്ങനെയാണെങ്കിൽ 13 എന്ന് പറഞ്ഞ 3 എന്ന് പറഞ്ഞേ 3 15 × 3 അല്ലെ. 15 1 എത്ര, 3 1 4 4.5 ആയിരിക്കണം, 4.5
5 അവസാനത്തെ എന്തായിരിക്കും 15 ഇൻറ്റു എന്താ 2 അല്ലെ 10 1 3 അല്ലെ എത്ര സെന്റിമീറ്റർ ആയിരിക്കണം 3 സെന്റിമീറ്റർ ആയിരിക്കണം. മനസ്സിലായ? ഇങ്ങനെയാണ് എന്ത് ചെയ്യാ മക്കളെ സ്കെയിൽ ഫാക്ടർ ചെയ്യാ. അപ്പോ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി വരയ്ക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാ. ലാസ്റ്റ് ഒരു ചോദ്യമാണ്. ഇതേ സെയിം സാധനം തന്നെയാണ്. ഇതിങ്ങനെ എന്ത് ചെയ്യാ ഹോംവർക്ക് ആയിട്ട് ചെയ്യാട്ടാ. ഇവിടെ എന്ത് തന്നിട്ടുണ്ട് മക്കളെ? എന്ത് തന്നിട്ടുണ്ടാ? എന്ത് തന്നിട്ടുണ്ട് നോക്കിയേ. എന്താ തന്നേക്കണ? എന്താ ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ ഒരു അടുത്തൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. സ്കെയിൽ ഫാക്ടറിൽ എത്ര 1/2 ആകെ ഒരു സൈഡ് മാത്രം കൊടുത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ ഒരു സൈഡിന്റെ എന്ത് കണ്ടാ മതി? സ്കെയിൽ ഫാക്ടർ കണ്ടാ മതി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഈ ചോദ്യങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.